നിസ്തംഭക മാറൻ ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറെ സ്നേഹം നിറഞ്ഞവരെ, നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടായിരുന്നു രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, എന്തിനു വേണ്ടിയിട്ടാണ് ഈ യുവജന സംഘടന, യുവജന സംഘടനയിൽ പ്രവർത്തിക്കുമ്പോൾ എനിക്ക് എന്ത് കിട്ടും എന്നുപരിയായിട്ട് എനിക്ക് എന്ത് കൊടുക്കുവാൻ സാധിക്കും എന്ന് ചിന്തിക്കുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കുകയാണ്. ആ രണ്ട് ചിന്തകളും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുമ്പോൾ ചിന്തിക്കുവാനായിട്ട് സാധിച്ചുവെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. നമ്മൾ ചിന്തിക്കുന്നത്, നമ്മൾ ഈ യുവജന പ്രസ്ഥാനത്തിലൂടെ നമ്മൾ എന്താണ് കൂടുതൽ നമ്മൾ കൊടുക്കുവാനായിട്ട്, യുവജനങ്ങൾക്ക് കൊടുക്കുവാനായിട്ട് നമ്മൾ ഈ 75-ാം വർഷത്തിൽ രൂപതയുടെ 75-ാം പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുമ്പോൾ നമ്മൾ പരിശ്രമിക്കുന്നതെന്ന്. ഒന്നാമതായിട്ട് നമ്മൾ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ കൂടുതൽ യുവജനങ്ങളെ വളർത്തുവാനായിട്ടുള്ള പരിശ്രമങ്ങളിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടു. നമ്മൾ പരസ്പരമുള്ള കൂട്ടായ്മയിൽ വളരുന്നതിനെ നമ്മൾ ഒന്ന് പറഞ്ഞു വെച്ചായിരുന്നു. നമ്മൾ ഇന്ന് ദൈവവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ ഒന്ന് വളരുവാനായിട്ട് യുവജനങ്ങളെ പ്രാപ്തരാക്കുക എന്ന്. 12 വർഷം വേദപാഠം പഠിച്ചെങ്കിലും എവിടെയോ എന്തൊക്കെയോ കുറവുകൾ പലപ്പോഴും സംഭവിക്കുന്നുണ്ട്. അത് സാമൂഹ്യ ജീവിയായ മനുഷ്യൻ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ പലതരത്തിലുള്ള സാഹചര്യങ്ങളോട് പെടുമ്പോൾ നമ്മൾ തന്നെ ചിലപ്പോഴൊക്കെ വഴിതെറ്റിപ്പോകുന്ന അവസരങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, പത്രമാധ്യമങ്ങളിലോ വായിച്ചിട്ടുണ്ട്. അപ്പോൾ യുവജനങ്ങളെ കൂടുതൽ ഈശോയോട് അടുപ്പിക്കുവാനായിട്ട്, സഭയോട് അടുപ്പിക്കുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കുക. അതിനായിട്ട് ആദ്യമേ തന്നെ സഭ എന്താണ് എന്ന് കൂടുതലൊന്ന് ആഴത്തിൽ പഠിപ്പിക്കുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കുകയാണ്. അതിന് ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ പാലാവിഷൻ ചാനലുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചർച്ചകൾ, നമ്മൾ ഈ വിശുദ്ധ കുർബാനയുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ നിങ്ങൾ ഒരുപക്ഷെ കണ്ടു കാണും. അപ്പോൾ വിശുദ്ധ കുർബാന എന്താണെന്ന് മനസ്സിലാക്കി, സഭ എന്താണെന്ന് മനസ്സിലാക്കി സഭയോട് ചേർത്ത് നിർത്തുക യുവജനങ്ങളെ. അപ്പോൾ അതാണ് ഒരു കാര്യം അറിഞ്ഞു കഴിയുമ്പോഴാണ്. കാർഡിനൽ ടിസ്രാൻഡ് പറയുന്ന വലിയൊരു കാര്യമുണ്ട്, ഐ ലവ് യുവർ ചർച്ച് ബിക്കോസ് ഐ നോ ഹെർ ഹിസ്റ്ററി. ചരിത്രം അറിയുന്നതുകൊണ്ട് നിൻ്റെ സഭയെ ഞാൻ സ്നേഹിക്കുന്നു. നമുക്ക് ചരിത്രം അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സഭയെ സ്നേഹിക്കാൻ സാധിക്കും. അത് നമുക്ക് പ്രത്യേകമാണ്. അപ്പം ഈശോയോട് ചേർന്ന് സഭയെ സ്നേഹിക്കുവാനായിട്ട് യുവജനങ്ങളെ പ്രാപ്തരാക്കുന്നു. പരിശുദ്ധ കുർബാനയോടുള്ള ആ സ്നേഹം, നമ്മൾ ഏറ്റവും വലിയ ആരാധന പരിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. പലപ്പോഴും പലരും പറയും കുർബാന ഒരു അനുഭവവേദ്യമാകുന്നില്ല എന്ന്. എന്തുകൊണ്ടാണ്? നമുക്ക് സമർപ്പിക്കാനായിട്ട് ഒന്നുമില്ലാതെ വരുമ്പോഴാണ്. നമ്മൾ നമ്മുടെ നിയോഗങ്ങളും പ്രാർത്ഥനകളും ഒപ്പം ഈശോ നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും ഓർത്ത് നന്ദിയോടെ സമർപ്പിച്ച ആ ബലിയിലൊന്ന് പങ്കെടുത്ത് നോക്കി, വലിയ കൃപ നമുക്ക് വിശുദ്ധ കുർബാനയിൽ ലഭിക്കും. ആ ഒരു ചൈതന്യം, ആ ഒരു കൃപയിൽ നമുക്ക് വളരാൻ സാധിക്കും. വിശുദ്ധ കുർബാനയെ സ്നേഹിക്കുവാൻ സാധിക്കും. വെറും ഒരു കടമാണ്, ഇതെൻ്റെ ഒരു കടം പൂർത്തിയാക്കുന്ന രീതിയിൽ നമ്മൾ ചെയ്യരുത്. വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ നമ്മൾ പൂർണ്ണമായിട്ടും ഈശോയ്ക്ക് വിട്ടുകൊണ്ട് അന്നപ്പസഹ തൊട്ട് അവസാനത്തെ ആശീർവാദം വരെ ആ വചനങ്ങൾ കേട്ട് ഈശോയോട് ചേർന്ന് നിൽക്കുമ്പോൾ ഒത്തിരി കൃപ നമുക്ക് ലഭിക്കും. അപ്പോൾ നമ്മൾ വിശുദ്ധ കുർബാനയെ സ്നേഹിക്കുവാനായിട്ട് യുവജനങ്ങളെ പ്രാപ്തരാക്കുക, വിശുദ്ധ കുർബാനയോട് ചേർത്ത് നിൽക്കുവാനായിട്ട് ഒതുങ്ങുന്ന രീതിയിൽ ധ്യാന ചിന്തകൾ നമ്മൾ നൽകുവാനായിട്ട് ഈ വർഷത്തിൽ നമ്മൾ പരിശ്രമിക്കുന്നത്. രണ്ടാമതായിട്ട് കുടുംബ ബന്ധങ്ങൾ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തതാണ്, നമ്മൾ കുടുംബങ്ങൾ തമ്മിലുള്ള ആ ഒരു ചർച്ചകൾ നടക്കുന്നത്, അല്ലെങ്കിൽ ഒരു മിണ്ടാട്ടമില്ല. മൊബൈൽ ഫോണിൻ്റെ വരവോടെ ആ മിണ്ടാട്ടങ്ങൾ കുറഞ്ഞു പോയെന്ന് ഒത്തിരി പേര് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അത് മാറ്റിയെടുത്ത് കുടുംബങ്ങളിൽ സംസാരിക്കുവാൻ വേണ്ടി അപ്പനും അമ്മയും മക്കളും അടങ്ങുന്ന കുടുംബങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് ചർച്ച ചെയ്യുവാനായിട്ട് പ്രത്യേകമായി സാധിക്കാം. പലപ്പോഴും ഈ ഡൈവേഴ്സ് കേസുകളൊക്കെ വരുമ്പോൾ അതിനകത്ത് നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്, നിസ്സാര കാര്യത്തിനാണ് ഡൈവേഴ്സിലേക്ക് പോകുന്നത്. പലപ്പോഴും ഇത് കാരണമാകുന്ന പുറത്തുനിന്നുള്ള വ്യക്തികളുടെ ഇടപെടലുകൾ ആണ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ഒരു ജീവിതത്തിൽ ഒരു തീരുമാനം എടുക്കുവാനായിട്ടുള്ളത് അപ്പനും അമ്മയും മക്കളും ഒരുമിച്ച് ഈശോയോട് ചേർന്നൊരു തീരുമാനങ്ങളാണ്. മറ്റുള്ളവരുടെ തീരുമാനങ്ങൾ നമുക്ക് സ്വീകരിക്കാം, അത് കേൾക്കാം, അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാം. പക്ഷേ അവസാനത്തെ ഡിസിഷൻ എടുക്കേണ്ടത് കുടുംബത്തിൽ അപ്പനും അമ്മയും മക്കളും ചേർന്ന് ഈശോയോട് കൂടെ ചേർന്നിട്ടായിരിക്കണം. പലപ്പോഴും ഇത് വരാതെ മറ്റുള്ളവരുടെ അഭിപ്രായം കേട്ടെന്ന് അങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞു പോകുമ്പോഴാണ് അവരുടെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നത്. പാടില്ല, നോ, അങ്ങനെ ചെയ്യാൻ പാടില്ല. മറിച്ച് അപ്പനും അമ്മയും മക്കളും ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് കുടുംബത്തിലെ ഒരു കാര്യം തീരുമാനിക്കണം. അതാണ് യഥാർത്ഥമായ തീരുമാനമായി മാറുന്നത്. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കേണ്ടെന്നല്ല അവരുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും നമ്മൾ സ്വീകരിക്കാം. പക്ഷേ ഫൈനൽ ഡിസിഷൻ എടുക്കേണ്ടത് അപ്പനും അമ്മയും മക്കളും അടങ്ങുന്ന കുടുംബമായിരിക്കും. അപ്പോൾ ആ ഒരു കൂട്ടായ്മ അവിടെ വളരുവാനായിട്ട് സാധിക്കും, ഒരുമിച്ചിരുന്ന് സംസാരിക്കുവാനായിട്ട്. അതാണ് യുവജനങ്ങൾ കൂടുതലായിട്ട് മാതാപിതാക്കന്മാർ ഒരു പ്രശ്നം വന്നാൽ അപ്പനും അമ്മയോട് ആദ്യം പറയുവാനായിട്ടുള്ള ആ ഒരു ബന്ധത്തിൽ കൂടുതൽ വളരുവാൻ സാധിക്കും. പലപ്പോഴും ഇത് മനസ്സിലാക്കാണ്ട് കൂട്ടുകാരോട് പോയി പറഞ്ഞ് അങ്ങനെ ആ ഒരു വീണ്ടും പ്രശ്നത്തിലേക്ക് പോകുന്ന പല അവസരങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ ആവരുത്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഓടി എന്ന്, അപ്പം ഇങ്ങനൊരു പ്രശ്നമുണ്ടായി, അമ്മ ഇങ്ങനെയൊരു പ്രശ്നമുണ്ട്, അവർ കൃത്യമായിട്ട് തരും. കാരണം അവർക്ക് അനുഭവ പരിചയമുണ്ട്. ആ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ കൃത്യമായ ഉത്തരം അവർ തരും. ആ ഒരു ബോധ്യം നമുക്ക് വളരുവാൻ പ്രത്യേകം സാധിക്കുക. മൂന്നാമതായിട്ട് ടീച്ചർമാരോടുള്ള ബന്ധം.
പലപ്പോഴും ഇന്നത്തെ കാലത്ത് അത് ഒത്തിരി കുറഞ്ഞു വരുന്നതായി കാണാം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ടി വി കണ്ടാണ് പഠിപ്പിക്കുന്ന സാറിനെ, പ്രിൻസിപ്പൽ സാറിനെ അടിക്കുന്ന ആ ഒരു തലമുറ. എത്ര കഷ്ടമാണ്. ആ ഒരു ശൈലി നമ്മൾ മാറ്റിയെടുക്കണം. നമ്മൾ നമ്മുടെ അധ്യാപകരെ ബഹുമാനിക്കണം, അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കണം എന്നാണ്. പക്ഷേ ഒരു കാര്യം അവിടെയുണ്ട്, തെറ്റ് ചെയ്യാൻ പറഞ്ഞാൽ മാത്രം തെറ്റല്ല. അത് തെറ്റാണെങ്കിൽ തെറ്റാണ് എന്ന് പറയാൻ ആർജവം നമുക്കുണ്ടാകണം. തെറ്റാണെങ്കിൽ തെറ്റാന്ന് തന്നെ പറയണം, ശരിയാണെങ്കിൽ ശരിയാണെന്ന് പറയണം. അവരെ ബഹുമാനിക്കണം. ആ ഒരു കാര്യത്തിൽ ഇപ്പോൾ നമ്മുടെ തലമുറ എവിടെയോ പുറകോട്ട് പോയിട്ട്, പ്രത്യേകിച്ച് മുതിർന്നവരെ കാണുമ്പോൾ എഴുന്നേൽക്കുക, അവരെ ഒന്ന് ആദരിക്കുക എന്നുള്ള പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നതായിരിക്കും ഒരു പക്ഷേ അതൊന്ന് കൂടുതൽ വളർത്തുവാനായിട്ട്, മുതിർന്നവരെ ബഹുമാനിക്കുവാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് ശ്രദ്ധ. അങ്ങനെ അധ്യാപകരുമായിട്ടുള്ള ബന്ധം, ആ ഒരു ബന്ധം നമുക്ക് എപ്പോഴും അനുഗ്രഹമേ തരുള്ളൂ. ആ അധ്യാപകനുമായിട്ടുള്ള ബന്ധം നമുക്ക് അനുഗ്രഹം തരുള്ളൂ. അവിടെ വീണ്ടും ഞാൻ ആദ്യം പറഞ്ഞാൽ തെറ്റാണെങ്കിൽ തെറ്റാന്ന് പറയാനുള്ള ഒരു ആർജവം വേണം. പക്ഷേ നമ്മുടെ അധ്യാപകരെല്ലാം നല്ലൊരു അധ്യാപകരാണ്. നമ്മൾ എല്ലാവരും, എന്നെ പഠിപ്പിച്ച ഒത്തിരി അധ്യാപകർ ഇപ്പോഴും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, എന്നെ വിളിക്കുന്നുണ്ട്. എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അച്ഛാ ഇന്ന കാര്യം ഇന്നപോലെ ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും എന്ന് സജഷൻസ് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊരു ഊർജ്ജമാണ്. കാരണം അവർക്ക് ഒത്തിരി എക്സ്പീരിയൻസ് ഉണ്ട്. ആ എക്സ്പീരിയൻസിൻ്റെ വെളിച്ചത്തിലാണ് നമ്മൾ ചിന്തിക്കുക. അപ്പോൾ നമ്മുടെ അധ്യാപകരുമായിട്ടുള്ള ബന്ധം നന്നായിട്ട് വളർത്തുവാനായിട്ട് പ്രത്യേകമായി ശ്രദ്ധിക്കും. 3, നമ്മുടെ ഇടവകയോടുള്ള ബന്ധം. ഇടവക വികാരിച്ചന്മാരോട് ഉള്ള ബന്ധം നമ്മൾ കൂടുതൽ വളർത്തുവാനായിട്ട് സാധിക്കും. പലപ്പോഴും നമ്മൾ ചില തെറ്റിദ്ധാരണകളുടെ പേരിൽ പള്ളിയിൽ നിന്നൊക്കെ ചെറിയൊരു ഇഷ്യൂ മതി. അപ്പോൾ നമ്മൾ ചിന്തിക്കും, ഞാൻ ആ അച്ഛൻ്റെ സ്ഥാനത്ത് ഞാൻ എന്ത് ചെയ്യും? ജസ്റ്റ് ചിന്തിച്ചിട്ട് അതിന് നമ്മളൊന്ന് മുൻപോട്ട് പോവുക. നമ്മൾ എപ്പോഴും എല്ലാവരും 100% പെർഫെക്റ്റ്, എല്ലാവർക്കും കുറവുള്ളൂ. പക്ഷേ ആ കുറവുകളൊക്കെ നിന്ന് നമ്മൾ ചർച്ച ചെയ്യാം, ഇന്നതാണ് എൻ്റെ പ്രശ്നം, ഇന്നതാണ് കാര്യം, ഇന്ന ചെയ്യുന്ന, അത് നമ്മൾ ഓപ്പണായിട്ട് പറഞ്ഞ് അങ്ങനെ കൂടുതൽ വളരുവാനും നമുക്ക് സാധിക്കും. അല്ലെങ്കിൽ ചെറിയ പ്രശ്നം ഉണ്ടായി, ഞാൻ ഇനി പള്ളിയിൽ പോയി, അല്ലെങ്കിൽ ഞാൻ മാറുക, അങ്ങനെ പറയുന്നത് പലപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ്, എനിക്ക് സമ്മാനം കിട്ടിയില്ല, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, അല്ലെങ്കിൽ ഈ പ്രസ്ഥാനം നിർത്തി. അതൊക്കെയാണ് നമ്മളൊരു സമ്മാനത്തിന് വേണ്ടിയല്ല, നമ്മളെ തന്നെ വളർത്തുവാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു ബോധ്യത്തിൽ വളരുവാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് ഇടവകയോടുള്ള ബന്ധം, എന്നാൽ കഴിയുന്ന രീതിയിൽ ഇടവകയോട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഒക്കെ ചെയ്യുവാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം. നമ്മുടെ ഈ ഒരു 4 ചിന്തകൾ നമ്മളിന്ന് പങ്കുവച്ചു. 1, നമ്മൾ ഈശോയുമായിട്ടുള്ള പരിശുദ്ധ കുർബാനയായിട്ടുള്ള ബന്ധം. 2, മാതാപിതാക്കന്മാരുമായിട്ടുള്ള ബന്ധം. 3, അധ്യാപകരുമായിട്ടുള്ള ബന്ധം. 4, നമ്മുടെ ഇടവക വികാരിച്ചന്മാരുള്ള ബന്ധം. ഇടവക കേന്ദ്രീകൃതമാണ് നമ്മുടെ യുവജന പ്രസ്ഥാനത്തിൻ്റെ അടിത്തട്ടുള്ളത്. അവിടെ നിന്നാണ് നമ്മൾ മുമ്പോട്ട് കയറി വരുന്നത്. അപ്പോൾ ആ ഒരു ബന്ധം കൂടുതൽ നന്നായിട്ട് വളർത്തുവാനായിട്ട്, ഓപ്പൺ ഡിസ്കഷൻ, തുറന്ന് സംസാരിക്കുവാനായിട്ടുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഒരുക്കും. അതിന് നമ്മൾ ഇടവക തലത്തിലും നമ്മൾ യൂത്ത് കൂട്ടായ്മകൾ നമ്മൾ നടത്തും. ടീ ടൈം വൈകുന്നേരങ്ങളിൽ നമുക്ക് ഒരുമിച്ചിരുന്ന് വികാരിച്ചൻ്റെ സ്ഥാനത്തിൽ ഒരുമിച്ചിരുന്ന് ചർച്ച നടത്തി എവിടെയാണ് മാറ്റം വരുത്തേണ്ടത് എന്ന് കൂടുതലായിട്ട് നമ്മൾ ഈ 75-ാം വർഷത്തിൽ നമ്മൾ കൂടുതൽ തീക്ഷ്ണമായിട്ട് ചിന്തിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് കൂടുതൽ വളരുവാനായിട്ട് നമുക്ക് പ്രത്യേകമായി ശ്രദ്ധിക്കാം. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിച്ച് നമുക്ക് ഇന്നത്തെ ഈ സെക്ഷന് അവസാനിപ്പിക്കാം. സ്നേഹനാഥനായ ദൈവമേ, അങ്ങേ കൂടുതൽ ഞങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് ഞങ്ങൾ ശ്രമിക്കുകയാണ്. പ്രത്യേകമായിട്ട് വിശുദ്ധ കുർബാനയോടുള്ള കൂടുതൽ ആഴത്തിൽ വളരുവാനും, മാതാപിതാക്കന്മാരുമായിട്ടുള്ള ബന്ധത്തിൽ, അധ്യാപകരുമായിട്ടുള്ള ബന്ധത്തിൽ, ഞങ്ങളുടെ ഇടവക വികാരിച്ചനുമായിട്ടുള്ള ബന്ധത്തിൽ കൂടുതൽ വളരുവാനുമായിട്ട്, എവിടെയാണ് കുറവുകൾ, ആ കുറവുകൾ മനസ്സിലാക്കി തിരുത്തി മുൻപോട്ട് പോകാനായിട്ട് ഞങ്ങളെ പ്രാപ്തരാക്കണമേ. തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറയാനും, ശരിയാണെങ്കിൽ ശരിയാണെന്ന് പറയാനും, നോ പറയേണ്ട സ്ഥാനത്ത് നോ പറയാനും, യെസ് പറയേണ്ട സ്ഥാനത്ത് യെസ് പറയാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ. പരിശുദ്ധ അമ്മയെ മാതാവേ, നസ്രത്തിലെ തിരുകുടുംബത്തെ അമ്മ സംരക്ഷിച്ചതുപോലെ ആ വലിയ കാരുണ്യത്തിൽ ഞങ്ങളുടെ യുവജനങ്ങളെ പൂർണ്ണമായിട്ട് അമ്മയോട് സമർപ്പിക്കുന്നു. ഈശോയിൽ നിന്ന് ഒത്തിരി അനുഗ്രഹങ്ങൾ വാങ്ങിച്ചതിന്, പ്രത്യേകിച്ച് പരിശുദ്ധ റൂഹായുടെ കൃപയാൽ ഫലങ്ങളാൽ നിറയുവാനായിട്ട് ഞങ്ങളുടെ യുവജനങ്ങളെ പ്രാപ്തരാക്കണമേ. സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് മധ്യസ്ഥ അപേക്ഷിക്കണമേ. SMBയുവിൻ്റെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ പോൾ പാപ്പായെ ഞങ്ങളുടെ യുവജനങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് മധ്യസ്ഥ അപേക്ഷിക്കണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സർവേശ്വര എന്നേക്കും ആമേൻ.